മലയാളികൾക്ക് ഇത്തവണത്തെ ഓണത്തിന് പൂക്കളമിടാനുള്ള പൂ ഒരുക്കുന്ന തിരക്കിലാണ് പാലക്കാട്ടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. കുനിശ്ശേരിക്കടുത്ത് പാലപ്പുറത്തുള്ള ഈ ഉദ്യോഗസ്ഥന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലെത്തിയാൽ മനം മയക്കുന്ന ചെണ്ടുമല്ലിപ്പാടമാണ് നമ്മളെ സ്വീകരിക്കുക. കാണാം നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്കായ രമേശിന്റെ പൂന്തോട്ടം. മൂന്ന് വർഷം കാക്കിയുമിട്ട് പോലീസായിരുന്നപ്പോഴും പിന്നെ LDS കെട്ടി പഞ്ചായത്തിലേക്ക് മാറിയപ്പോഴുമെല്ലാം പാലക്കാട് കുനിശ്ശേരി സ്വദേശി രമേശിന്റെ മനസ്സ് മുഴുവൻ കൃഷിയായിരുന്നു. നെല്ലും പച്ചക്കറിയുമെല്ലാം ഒഴിവു സമയങ്ങളിൽ രമേശ് തന്റെ കൃഷിയിടത്തിലൊരുക്കി വിജയഗാഥ രചിച്ചു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നെല്ലിന് വില കിട്ടാതെ നഷ്ടം പതിവായതോടെയാണ് പൂക്കൃഷിയെക്കുറിച്ച് രമേശ് ചിന്തിക്കുന്നത്. 20 സെന്റിൽ കഴിഞ്ഞ തവണ ചെണ്ടുമല്ലിയുമായി ഒരു പരീക്ഷണം നടത്തി. വിജയം കണ്ടപ്പോൾ ഓണവിപണി ലക്ഷ്യമിട്ട് ഇത്തവണ 50 സെന്റിലാണ് രമേശ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്ന് പ്രത്യേകമെത്തിച്ച ഹൈബ്രിഡ് വിത്തുകളാണ് രമേശിന്റെ പാടത്തിൽ ഇങ്ങനെ സുന്ദര കാഴ്ചകളുമായി വിരിഞ്ഞു നിൽക്കുന്നത്. നമുക്ക് പൂക്കളോടൊന്ന് നമുക്ക് വലിയൊരു ആരാധന ഉണ്ടായിരുന്നു. വിപണി ചെറിയൊരു ടൈറ്റ് ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. നിറയെ പൂ കാണുമ്പോൾ അതിന് ഒരു സന്തോഷമാണ്. എങ്കിലും വരും, വിപണി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് വളരെ ഒരു ഇഷ്ടം, കൃഷിയോട് ഇഷ്ടമുണ്ട്. ഞാൻ ബാക്കിയുള്ള ഒഴിവു സമയങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഹോബിയായി മാറ്റിയതുകൊണ്ട് ഞാനത് ചെയ്യുന്നതാണ്. ഇവിടെ വന്ന് ശരിക്കും വീട്ടിൽ പോകാൻ പോലും തോന്നില്ല. അത്ര ഒരു സുഖമാണ്, ഒരു സന്തോഷമാണ് ഈ പൂക്കൾ കാണുമ്പോൾ. മുൻപ് വെറൈറ്റി തണ്ണിമത്തനും പച്ചക്കറികളും കൃഷി ചെയ്തിരുന്ന രമേശിനിപ്പോൾ എല്ലാം ഈ പൂക്കളാണ്. വിപണിയിൽ പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും പ്രദേശങ്ങളുടെ ഓണം കൈവിടില്ലെന്ന വിശ്വാസത്തിലാണ് രമേശ്. സർക്കാർ കൃഷിവകുപ്പ് മുഖേന നൽകുന്ന സബ്സിഡി ഉയർത്തിയാൽ വരും വർഷങ്ങളിൽ പൂക്കൃഷി സംസ്ഥാനത്ത് വ്യാപകമാകുമെന്നും പിന്നെ ഓണത്തിനോ മറ്റാഘോഷങ്ങൾക്കോ മലയാളികൾക്ക് പൂവിനായി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും വണ്ടി കയറേണ്ടി വരില്ലെന്നും രമേശ് പറയുന്നു. റിപ്പോർട്ടർ പാലക്കാട്.